ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചെറിയുടെ അടുത്ത് നിന്നിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ എൻ്റെ സ്കൂളിൽ എൻ്റെ വളരെ ജൂനിയറായിട്ട് പഠിച്ച പ്രിയ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൊച്ചനുജത്തി, പ്രിയയുടെ വീട്ടിൽ ഉള്ള ഗാർഡനിലെ വിശേഷങ്ങൾ, പ്രിയയുടെ പൊന്നുമോൻ, ഒരു സ്പെഷ്യലി ഗിഫ്റ്റഡ് ചൈൽഡ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഏഞ്ചൽ എന്നൊക്കെ വിളിക്കില്ലേ, അങ്ങനെ ഒരു സ്വീറ്റ് മോനും പ്രിയയും പിന്നെ പ്രിയയുടെ കൂടെയുള്ള ഒരു ചേച്ചിയും കൂടിയുള്ള ഒരു സംഭാഷണമാണ് ഞാൻ ഇന്നിവിടെ ഇടാൻ പോകുന്നത്. അപ്പം അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി കേട്ടപ്പം. മല്ലി എനിക്ക് തോന്നുന്നു പ്രിയ പാവിയിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളൊരു പ്രചോദനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ആണോ പ്രിയെ? പിന്നെ ചീരയെ പറ്റി പറയുന്നുണ്ട്, പൊന്നാങ്കണി ചീര. ഞാൻ അങ്ങനെ അത്ര കേട്ടിട്ടില്ല ആ ചീരയെ പറ്റിയിട്ട്. അപ്പം അതിൻ്റെ ഗുണങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഇതിനകത്തൊരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ സ്വീറ്റ് മോൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് വളരെ വളരെ സർപ്രൈസ് ആയിട്ടുള്ളൊരു ടീഷർട്ടാണ്. അത് കണ്ടുപിടിക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആദ്യം കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുന്നവർക്ക് ചേച്ചിയുടെ വക ഒരു ഗിഫ്റ്റ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീഡിയോ. നിങ്ങൾ എല്ലാവരും കാണണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പ്രിയയ്ക്ക് ചേച്ചിയുടെ ഒരു ചക്കരയുമ്മ, മോനും ചക്കരയുമ്മ, രോഹിത് മോനും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു. അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ? വരൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ മല്ലിക്കൃഷി തുടങ്ങി. നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടേക്കായിരുന്നു. മല്ലി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഈ 3 ചട്ടിയിൽ മല്ലിയാണ്. രാവിലെ അതെടുത്ത് മല്ലി ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വിതറിയിട്ടിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ മണ്ണിട്ട് നിറച്ചു. ഇത് 3 ചട്ടി നമ്മൾ മല്ലി നട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ചെടികളെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങൾ അടുത്ത സംരംഭം ഞങ്ങളുടെ ഇതാണ് പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീര ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പറിച്ചെടുത്ത് ഇന്ന് അതിനെ ഒന്നും കൂടി പുനരുദ്ധാരണം ചെയ്തിരിക്കുകയാണ്. പുതിയ രീതിയിൽ നട്ട് എല്ലാത്തിനെയും മണ്ണൊക്കെ ഇട്ട് നട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇലയെല്ലാം ഞങ്ങൾ തോരന് വേണ്ടി പറിച്ചെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ചെടിത്തോട്ടം, ഇന്നത്തെ ഗാർഡൻ ഇതായിരുന്നു. കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് പറയാം. പൊന്നാങ്കണ്ണിയുടെ കാര്യം പറയാം, കണ്ണിന് കാഴ്ച കിട്ടും. പിന്നെ പൊന്നാങ്കണ്ണിയുടെ ഒരു ഗുണം കൂടിയിട്ട് കാഴ്ച ശക്തിക്ക് വളരെ നല്ലതാണ്. പൊന്നാങ്കണ്ണി കഴിച്ചാൽ നല്ല കാഴ്ച ശക്തി. തോരൻ വെച്ചാണ് അത് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ ചീര ഇല പറിച്ച് കഴിച്ചാലും വളരെ നല്ലതാണ്. രോഹിത് ഗാർഡനിൽ വന്നിരിക്കുകയാണ്. രോഹിത്തിന്റെ ഗാർഡൻ അമ്മ അറേഞ്ച് ചെയ്തു. ഗാർഡൻ കാണാൻ വന്നിരിക്കുക രോഹിത് ഗാർഡൻ. രോഹിത് ഇവിടെ നോക്ക്. ഗാർഡൻ ഇഷ്ടമായോ? നന്നായിട്ടുണ്ടോ? അമ്മ സെറ്റ് ചെയ്തതൊക്കെ ഇഷ്ടമായോ? എന്തൊക്കെ പൂവുണ്ട് രോഹിത്തിന്റെ ഗാർഡനില്? ഒരുപാട്. പേര് പറ. ചീരയുണ്ടോ രോഹിത്തിന്റെ ഗാർഡനില്? ചീര വെച്ചിട്ടുണ്ടോ? പേര് പറ. എന്ത് ചീരയാ രോഹിത്തിന്റെ ഗാർഡനിലുള്ളത്? പൊന്നാങ്കണ്ണി ചീര. ഉറക്കെ പറയണം കേട്ടാ. പിന്നെ എന്തൊക്കെ ചെടികളുണ്ട്? എന്തൊക്കെ ചെടികളാണ് അമ്മ വച്ചേക്കണത്? രോഹിത്തിന്റെ ഗാർഡനിൽ എന്തൊക്കെ ചെടികളുണ്ട് പറഞ്ഞ് പേര് പറ. നിശാഗന്ധി. പിന്നെ ഈ അടുത്തിരിക്കണത് ഏതാ? ഈ രോഹിത്തിന്റെ അടുത്ത് 2 ചെടികളുണ്ടല്ലോ, കണ്ടാ? അത് റൈറ്റ് സൈഡിലിരിക്കുന്നത് ലെഫ്റ്റ്. യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ. പനിക്കൂർക്ക ഉണ്ട്. പനിക്കൂർക്ക രോഹിത്തിന്റെ അടുത്തുണ്ട്. പിന്നെ ഈ ചെടി യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ. അതാണ് 3 തരം പൂവുണ്ടാവും അതിൽ. ഈ റൈറ്റ് സൈഡിലിരിക്കുന്നത് അതെന്താ? അതൊരു മുല്ലപ്പൂവിൻ്റെ ഒരു വെറൈറ്റി അല്ലേ? നോക്ക്, വെളുത്ത പൂവല്ലേ? നോക്കി, ഒരു വെളുത്ത പൂവ്. രോഹിത്തിന്റെ ഉടുപ്പിന്റെ കളർ അല്ലേ? ടീഷർട്ടിന്റെ കളർ അല്ലേ? നേരെ നോക്ക്. മോഹൻലാലിനെ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്ത്. രോഹിത്തിന് മോഹൻലാലിനെ കാണട്ടെ. രോഹിത് മോഹൻലാൽ ഫാനാണ് അല്ലേ? ഇത് ലാലേട്ടന്റെ ഉടുപ്പാണ് ഇട്ടേക്കണേ. ടീഷർട്ടിൽ ലാലേട്ടനാണോ? ഇനി ഇത് ആരുടെ കടയാ? ഈ കട ആരുടെയാ? ഇവിടെ ഒരു കടയുണ്ടല്ലോ, ആരുടെ കടയാ? പറ, ഉറക്കെ പറ. സുധൻ ചേട്ടൻ ആരാ? എങ്ങനെയാ പരിചയം സുധൻ ചേട്ടനെ? ഇങ്ങോട്ട് നോക്ക്.
സുധൻ ചേട്ടന്റെ മുടി വെട്ടിക്കുന്ന ചേട്ടനാണല്ലേ? രോഹിത്തിന്റെ മുടി വെട്ടാൻ വരുന്ന ചേട്ടനാണ് സുധൻ ചേട്ടൻ. ഇതിലേ നടക്കണത് ഇഷ്ടമല്ലേ? രോഹിത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇതിലൂടെ നടക്കുന്നത്. അതാണ് അമ്മ ഗാർഡൻ ആക്കിയത്. കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയാണ് കേട്ടോ, പിന്നെ ശരിയാക്കി തരാം. ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട നമ്മുടെ ഗാർഡൻ കണ്ട. രോഹിത്തിന്റെ ഗാർഡനിൽ എന്തൊക്കെ പൂക്കളാണെന്നറിയോ? ഓർക്കിഡ് ഉണ്ട്, ആന്തൂറിയം ഉണ്ട്, പിന്നെ ജമന്തി, നിശാഗന്ധി അല്ലേ, ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട്. രോഹിത്തിന്റെ കൂടെ അമ്മയെ നിന്നോട്ടെ. രോഹിത്തും അമ്മയും കൂടിയാണ് ഗാർഡനിൽ നിൽക്കുന്നത്. ചേച്ചി ഇഷ്ടമായ ഗാർഡൻ? രോഹിത്തിന്റെ ഗാർഡൻ അല്ലേ?